السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله أما بعد. അള്ളാഹു അവൻ്റെ ഇഷ്ടദാസന്മാരിൽ നമ്മയും കുടുംബത്തെയും മരണപ്പെട്ടവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. മുഅ്മിനീങ്ങളെ അള്ളാഹു നമ്മുടെ പാപങ്ങൾ പുറത്തു തരട്ടെ. രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കട്ടെ. മരണപ്പെട്ടവരുടെ ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്ക് നമുക്കും അള്ളാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. നമ്മുടെയും കുടുംബത്തിൻ്റെയും സൃഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിലായി ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘമായി കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. സ്വർഗത്തിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്നവരും അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നവരും അതോടൊപ്പം തന്നെ ആ പ്രാർത്ഥനയ്ക്ക് വേണ്ടുന്ന രീതിയിലുള്ള വാചകങ്ങളെ നമ്മളുടെ അമലിൽ അള്ളാഹു സന്നിവേശിപ്പിച്ചതിനെ അറിഞ്ഞവരുമൊക്കെ തന്നെയാണ് നമ്മൾ. സ്വർഗം ചോദിക്കാത്ത മുഅ്മിനില്ല. സ്വർഗത്തിൽ എങ്ങനെയെങ്കിലും പ്രവേശിച്ചാൽ മതി എന്ന് ചിന്തിക്കല്ലേ എന്നതാണ് മുത്തുനബി നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെയും സ്വർഗത്തിൽ കടന്നുകൂടിയാൽ മതി, അങ്ങനെയല്ല. സ്വർഗപ്രവേശം അള്ളാഹുവിൻ്റെ ഔദാര്യമാണ്. സ്വർഗപ്രവേശം അള്ളാഹു തരുന്ന ഔദാര്യം അതിൻ്റെ ആധികാരികതയിൽ തന്നെ നമ്മൾ കരസ്ഥമാക്കണമെന്നതാണ് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. സ്വർഗത്തിൽ ഏതെങ്കിലും ഒരു ബൈപ്പാസ് എൻട്രി അല്ല നമ്മൾ ഉദ്ദേശിക്കേണ്ടത്. സ്വർഗത്തിന് ആധികാരികമായ ഒരു പ്രവേശം ഉണ്ട്. സ്വർഗത്തിന്റെ പ്രധാനപ്പെട്ട 8 കവാടങ്ങളിലൂടെയും ഒരാൾക്ക് പോവാൻ കഴിയും എന്നത് അയാളുടെ ഒരു മഹത്തായ യോഗ്യതയാണ്. സ്വർഗത്തിന് 8 കവാടമുണ്ടല്ലോ. ആ 8 കവാടത്തിലൂടെയും ഒരേ സമയം കടന്നു പോവാനുള്ളതായ പവർ ഒരാൾക്ക് കിട്ടുക എന്നതാണ് ആധികാരിക സ്വർഗപ്രവേശം. അള്ളാഹു നമുക്ക് നസീബാക്കട്ടെ. അല്ലാതെ എങ്ങനെയെങ്കിലും എന്നൊന്ന് സ്വർഗത്തിലെത്തിക്കണേ എന്നത് മുഅ്മിൻ ചോദിക്കുന്ന രീതിയല്ല. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ അടിമയെ സ്വർഗത്തിലെത്തിക്കുന്നത് എങ്ങനെയും ആയാൽ മതി എന്നതല്ല. അതിന്റെ ഏറ്റവും ഭംഗിയായ രീതിയിൽ തന്നെ വേണം. സ്വർഗത്തിന്റെ 8 കവാടത്തിലൂടെയും എല്ലാവരും പോവാറില്ല. ഒരേ സമയം 8 കവാടത്തിലൂടെയും പോവാറില്ല. 8 ഏത് കവാടത്തിലൂടെയും അവന് പോവാൻ പറ്റും. അങ്ങനെയുള്ള ഒരു വലിയ അധികാരം അള്ളാഹുവിന് നൽകണം. ആ രീതിയിലേക്കുള്ള ഒരു ഉയർച്ച ജീവിതത്തിൽ അമലിന്റെ രംഗത്തും ഈമാന്റെ രംഗത്തും ഒക്കെ ഉണ്ടാവണം. അതിനെന്തൊക്കെ നമ്മൾ ചെയ്യണം? ആരൊക്കെ അപ്പൊ 8 കവാടത്തിലൂടെയും പോവാൻ യോഗ്യരായിട്ടുള്ള ആളുകൾ? ഒരാളുടെ നോമ്പ് കബൂലായിട്ടുണ്ട് എങ്കിൽ ആ മനുഷ്യൻ സ്വർഗത്തിലേക്ക് ചെന്നു ചേരുന്നത് റയ്യാൻ എന്ന കവാടത്തിലൂടെയാണ്. സദഖ മുഖേന ഒരാൾ പോകുന്നത് ബാബു സദഖ വഴിയാണ്. മറ്റു അമലുകൾ കൊണ്ട് അവന്റെ മാർക്ക് നോക്കിയപ്പോൾ അവൻ പാസ്സായിട്ടില്ല. പക്ഷെ സദഖയുടെ അമൽ കൊണ്ട് അവൻ കടന്നു. അങ്ങനെ ഓരോ പ്രത്യേകമായ പേരിൽ അറിയപ്പെടുന്ന ആ സെക്ഷൻ തിരിച്ചു വിടുമ്പോൾ ഏതിലും പോവാൻ പറ്റുന്ന ഏറ്റവും ഫുൾ മാർക്ക് അങ്ങനെയാ വേണ്ടത്. അള്ളാഹുവിന്റെ ഖുർആൻ ഫുൾ മാർക്ക് കിട്ടിയ ആളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം. അള്ളാഹു പരീക്ഷിച്ചതിൽ മുഴുവനും ഫുൾ മാർക്കാണ്. പരിപൂർണ മാർക്ക് നേടിയാണ്. അപ്പൊ പരിപൂർണമായ മാർക്കോടുകൂടെ 8 കവാടത്തിലൂടെയും കയറാൻ പറ്റുന്ന ആധികാരികതയിലേക്ക് മുഅ്മിൻ ആഗ്രഹിക്കണം. അതിനുള്ള ചെറിയ ചെറിയ അമലുകൾ നമ്മുടെ മുന്നിലുണ്ട്. അതിനെ പരിഗണിച്ചു പോകണം എന്നതാണ് ഈ പറഞ്ഞതിന്റെ ചുരുക്കം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഒരു മഹാനെ പറയാം, സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഒരു മനുഷ്യന് സാധ്യമായ എല്ലാ നന്മകളെയും ഇരട്ടിയായിട്ടാണ് ആ മഹാൻ ചെയ്തിട്ടുള്ളത്. ഒരാളെ കൊണ്ട് പറ്റാവുന്നതിന്റെ പരമാവധി ഉണ്ടല്ലോ. ആ പരമാവധി എത്രയാണെന്ന് ആലോചിച്ചാൽ തന്നെയും ആലോചിക്കാനേ കഴിയോ, ചെയ്യാൻ കഴിയില്ല. ആലോചിച്ചാൽ ഒരു പരമാവധി എത്രയാണെന്ന് ബോധ്യപ്പെടും. ആ പരമാവധിയുടെ ഇരട്ടി ചെയ്യുന്ന ആളാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അത് അസാധ്യമാണ്. സ്വഹാബികൾക്ക് പോലും ആ കാലഘട്ടത്തിൽ ആർക്കും അവിടത്തോളം എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് കേട്ടോളൂ,
ഇമാം തുർമുദി അവിടുത്തെ ജാമിഉൽ ഒരു ഹദീസ് പറയുന്നുണ്ട്, അന്നബി ഹുറൈറ റളിയല്ലാഹു അൻഹു അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല മൻ അൻഫഖ സൗജൈനി ഫീ സബീലില്ലാഹി നൂദിയ ഫിൽ ജന്നതി യാ അബ്ദല്ലാഹ് ഹാദാ ഖൈർ ഫമൻ കാന മിൻ അഹ്ലിസ് സ്വലാത്തി ദുഇയ മിൻ ബാബിസ് സ്വലാഹ്. ഒരാൾ ഒരു നന്മ ചെയ്താൽ സ്വർഗത്തിൽ അവനെ വിളിക്കും. ആ നന്മയുടെ പേരിൽ അവന് സ്വർഗം കിട്ടുന്നുവെങ്കിൽ ആ നന്മയുടെ പേര് പറഞ്ഞുകൊണ്ട് അവനെ വിളിക്കുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നീ വലിയ കാര്യ ചെയ്തത് എന്ന് അവനെ പ്രത്യേകം ഓർമ്മപ്പെടുത്തും. നിസ്കാരം കൊണ്ടാണ് ഒരാൾക്ക് സ്വർഗം കിട്ടുന്നതെങ്കിൽ അവനെ സ്വർഗത്തിന്റെ ഒരു കവാടമുണ്ട്, ബാബുസ്വല എന്നതിന്റെ പേര്. അവനോട് പറയും, ബാബുസ്വല വഴി നീ കയറിക്കോ, നിസ്കാരത്തിന്റെ കവാടം വഴി നീ കയറിക്കോ എന്ന് പറയും. വമൻ കാന മിൻ അഹ്ലിൽ ജിഹാദി ദുഇയ മിൻ ബാബിൽ ജിഹാദ്. ധർമ്മസമരം ചെയ്ത് സ്വർഗം കിട്ടുന്ന ആളാണ്, ഷഹീദാണ് എങ്കിൽ ആ മനുഷ്യനെ വിളിക്കുന്നത് ജിഹാദിന്റെ കവാടത്തിലൂടെയാണ്. രണ്ട് കവാടായി. സ്വർഗത്തിന്റെ മൂന്നാമത്തെ കവാടം വമൻ കാന മിൻ അഹ്ലിസ് സദഖതി ദുഇയ മിൻ ബാബിസ് സദഖ. സദഖ ചെയ്തുകൊണ്ടാണ് ഒരാൾക്ക് സ്വർഗലബ്ധി കാരണമായത് എങ്കിൽ അവനെ വിളിക്കപ്പെടുന്നത്, സദഖ ചെയ്താൽ നിനക്ക് സ്വർഗം കിട്ടിയിരിക്കുന്നു. സദഖയുടെ കവാടത്തിലൂടെ മൂന്ന് കവാടായി. വമൻ കാന മിൻ അഹ്ലിസ് സിയാം ദുഇയ മിൻ ബാബിർ റയ്യാൻ. നോമ്പ് കാരണമാണ് ഒരാൾക്ക് സ്വർഗം കിട്ടിയത് എങ്കിൽ അവനെ വിളിക്കപ്പെടുന്നത് റയ്യാൻ എന്ന കവാടത്തിലൂടെ. സയ്യിദുനാ റസൂലുള്ളാഹി. 4 കവാട ഇപ്പൊ ഇവിടെ പറഞ്ഞത്. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹബീബായ നബിയോട് ഒരു ചോദ്യം ഉന്നയിച്ചു. ബി അബീ അൻത വ ഉമ്മീ മാ അലാ മൻ ദുഇയ മിൻ ഹാദിഹിൽ അബ്വാബി മിൻ ളറൂറ. നബിയെ, ഒരേ സമയം ഒരാളെ ഈ 8 കവാടത്തിലൂടെയും വിളിച്ചാൽ ഈ 8ലൂടെയും ഒരാൾ സ്വർഗത്തിലേക്ക് എത്താ എന്നത് അയാൾക്ക് പ്രയാസമല്ല നബിയെ. അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചു വലിച്ചു കഴിഞ്ഞാൽ ഇയാൾ ഇങ്ങോട്ട് പോകാൻ അറിയണം. സ്വർഗത്തിന്റെ 8 കവാടത്തിലൂടെയും പ്രവേശിക്കാൻ ഒരാൾക്ക് അള്ളാഹു യോഗ്യത നൽകിയാൽ ഈ 8 കവാടത്തിലൂടെയും ഒരാൾ സ്വർഗത്തിലേക്ക് എത്താ എന്നത് അയാൾക്ക് പ്രയാസമാവില്ല നബിയെ എന്ന് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അല്ലാഹുവിന്റെ ഹബീബേ, ഫഹൽ യുദ്ആ അഹദുൻ മിൻ തിൽകൽ അബ്വാബി കുല്ലിഹാ. എല്ലാ കവാടത്തിലൂടെയും ഒരേ സമയം വിളിക്കപ്പെടുമോ? ഖാല നഅം ഖാല നഅം. എല്ലാ കവാടത്തിലൂടെയും ഒരേ സമയം പോവാൻ യോഗ്യത നേടിയ മഹാന്മാരുണ്ട് സിദ്ദീഖേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. വ അർജൂ അൻ തകൂന മിൻഹും. എനിക്ക് ഉറപ്പുണ്ട് അങ്ങനെ 8 കവാടത്തിലൂടെയും ഒരേ സമയം കയറാനുള്ള അല്ലാഹ് തന്ന യോഗ്യത കിട്ടിയ മഹാൻ അങ്ങ് ആണെന്ന് എനിക്ക് ഉറപ്പുണ്ടെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ആ നാവീന്ന് അങ്ങനെ കേട്ടല്ലോ. 8 കവാടത്തിലൂടെയും സ്വർഗത്തിലേക്ക് കയറുന്ന മഹാൻ സിദ്ദീഖ്. അതുപോലെ കൂടെ കയറാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. 8 കവാടത്തിലൂടെയും. ഇപ്പൊ നമ്മൾ ഈ ഹദീസിൽ 4 കവാട പറഞ്ഞതല്ലേ? ബാബുസ്വല നിസ്കാരത്തിന്റെ കവാടം, ജിഹാദിന്റെ കവാടം, അതുപോലെ സദഖയുടെ കവാടം, നോമ്പ് പിടിച്ച ആളുകൾക്ക് ബാബുർ റയ്യാൻ, അങ്ങനെ 4 കവാട പറഞ്ഞു. സ്വർഗത്തിന് എത്ര ഉണ്ടെന്നാ പറഞ്ഞത്? 8. സാന്ദർഭികമായി പറയാം. 5ാമത്തെ കവാടം ബാബു തൗബയാണ്. 6ാമത്തെ കവാടം ബാബുൽ കാളിമീനൽ ഗൈദ്, കോപം അടക്കി പിടിച്ചവർ പോകുന്ന കവാടം. 7ാമത്തെ കവാടം ബാബുർ റാദീൻ, ജീവിതത്തിൽ കിട്ടുന്നതായ അനുഗ്രഹങ്ങളിൽ തൃപ്തരായി കഴിയുന്ന ആളുകൾ പോകുന്ന കവാടം. 8ാമത്തെ കവാടം ബാബുൽ ഐമൻ അല്ലദീ യദ്ഖുലു മിൻഹു മൻ ലാ ഹിസാബ അലൈഹി. ഹിസാബില്ലാതെ സ്വർഗത്തിൽ പോകുന്നവർ എന്ന് പറഞ്ഞ ആളുകൾ പോകുന്ന ഒരു കവാടമാണ് 8ാമത്തെ കവാടം. 8ഉം അല്ലാഹു നമുക്ക് തരട്ടെ. അങ്ങനെയാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ ചിത്രീകരിക്കാൻ മുമ്പിൽ ആ മനുഷ്യൻ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ അമലുകൾ, സാന്നിധ്യവും സമ്പത്തും. എനിക്ക് ഏറ്റവും ഉപകാരപ്പെട്ടത് എന്റെ സിദ്ദീഖിൽ നിന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. വെറുതെ ഒന്നും കിട്ടിയതല്ല പദവി, വെറുതെ ഒന്നും കിട്ടിയതല്ല. ആഗ്രഹിക്കണം സ്വർഗം, എങ്ങനെ മോഹിക്കണം?
അല്ലാഹുവേ നിന്റെ മഹാന്മാർ പോകുന്ന ആ യോഗ്യതയിൽ എന്നെയും നീ ചേർക്കണം. അള്ളാഹ്ക്ക് ഇത് പ്രയാസമല്ലേ? അള്ളാഹുവിന് ചോദിക്കുന്നത് ഇഷ്ടം, വലുത് തന്നെ ചോദിക്കുന്ന അവന് ഇഷ്ടം. വലുത് ചോദിക്കുന്നതിൽ അവർക്കൊരു ബുദ്ധിമുട്ടില്ല. ചോദിക്കാതിരുന്നാൽ അള്ളാഹുവിന് പ്രയാസം. വലുത് തന്നതിന്റെ പേരിൽ അവന്റെ കയ്യിലുള്ളത് കുറയുന്നതുമില്ല. അതാണ് അല്ലാഹ്. ഹബീബ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു, 8 കവാടത്തിലൂടെയും സ്വർഗത്തിൽ കടക്കാൻ കഴിയുന്ന ആ യോഗ്യതയിൽ അങ്ങയെ ഞാൻ ഉറപ്പിക്കുന്നു എന്ന് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചെറിയ സ്ഥാനമൊന്നുമല്ല. എങ്ങനെയത് കിട്ടിയത്? സാന്നിധ്യവും സമ്പത്തും എനിക്ക് ഏറ്റവും ഉപകാരപ്പെട്ടത് എന്റെ സിദ്ദീഖിന്റെതെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സഹീഹുൽ ബുഖാരി عن أبي سعيد الخدري رضي الله عنه قال رسول الله إن من آمن الناس علي في صحبته وماله أبا بكر ولو كنت متخذا خليلا غير ربي لاتخذت أبا بكر رضي الله عنه ولكن أخوة الإسلام ومودته لا يبقين في المسجد باب إلا باب أبي بكر. നബി പറയാ, ജനങ്ങളിൽ എനിക്ക് ഏറ്റവും നിർഭയത്വം തന്ന സാന്നിധ്യം, പേടിയില്ലാത്ത ഒരു പേടിക്കൂട്ടായി എന്റെ കൂടെ ഉണ്ടായത് എന്റെ അബൂബക്കറാം. ജനങ്ങളിൽ പലരുടെയും സമ്പത്ത് ഈ ദീനിന് വേണ്ടി ഉപകാരപ്പെട്ടിട്ടുണ്ട്. ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ സമ്പത്ത് എനിക്ക് ഉപകാരമായത് എന്റെ അബൂബക്കറിന്റേതാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അല്ല കഴിഞ്ഞാൽ എന്റെ ഏറ്റവും വലിയ കൂട്ടുകാരൻ എന്റെ അബൂബക്കർ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. അവരൊക്കെ ജീവിച്ചത് ആവർത്തിക്കലാണ്. കേട്ടോളൂ, ഒരു ഹദീസ് കേട്ടോളൂ. ഇമാം അബൂ ദാവൂദ് അവിടുത്തെ സുനനിൽ ഉദ്ധരിക്കുന്നു, ഇമാം തുർമുദി അവിടുത്തെ ജാമിഉൽ ഉദ്ധരിക്കുന്നു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖാല അമറനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യൗമൻ അൻ നതസദ്ദഖ. ഒരു ദിവസം റസൂലുള്ളാഹി ഞങ്ങളോട് പറഞ്ഞു, സല്ലല്ലാഹു അലാ മുഹമ്മദ്, നിങ്ങളെല്ലാവരും ദീനിനൊരു സാമ്പത്തിക ആവശ്യം വന്നിട്ടുണ്ട്. അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ സമ്പത്ത് സ്വതക്ക ചെയ്യണമെന്ന് നബിയെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് ഹബീബ് പറഞ്ഞ ആ സംഖ്യയോട് എന്റെ കയ്യിലുള്ള പണം വെച്ചത് കറക്റ്റായിട്ട് ഫില്ല് ചെയ്യാൻ കഴിയും, അതിനുള്ള സമ്പാദ്യം ഉണ്ട്. ഫഖുൽതു, ഞാൻ എന്റെ മനസ്സിൽ പറഞ്ഞു, ഈ ദുനിയാവിൽ എന്റെ അബൂബക്കറിനെ ഒരിക്കലെങ്കിലും സദഖയുടെ വിഷയത്തിൽ അല്ലെങ്കിൽ അമലിന്റെ വിഷയത്തിൽ എനിക്ക് പരാജയപ്പെടുത്താൻ കഴിയുമെങ്കിൽ അത് ഇന്നേ കഴിയൂ എന്ന് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് മനസ്സിലങ്ങ് പറഞ്ഞു. ഫജിഅ്തു, മഹാൻ പറയാ, അങ്ങനെ ഞാൻ എന്റെ വീട്ടിൽ പോയി കൊണ്ടുവന്നു. എന്റെ സമ്പത്തിന്റെ പകുതിയും ഞാൻ കൊണ്ടുവന്നു. അള്ളാഹുവിന്റെ ഹബീബിന്റെ മുന്നിൽ വെച്ചു. പുന്നാര പൂമാൻ എന്നോട് ചോദിച്ചു, മാ അബ്ഖൈത ലി അഹ്ലിക, ഇത്രയും സമ്പത്ത് ഇവിടെ കൊണ്ടുവന്ന് വെക്കുമ്പോ ഉമറേ, നിന്റെ കുടുംബത്തിന് നീ എന്താ ബാക്കി വെച്ചിട്ടുള്ളത്? ഖുൽതു മിസ്ല, നബിയേ, ഇത്രയും തന്നെ എന്റെ വീട്ടിൽ ബാക്കിയുണ്ട്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറയാവാ, താ അബൂബക്കറിൻ ബികുല്ലി മാ ഇൻദ. പലപ്പോഴും നമ്മൾ പറഞ്ഞ ഈ ഹദീസ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൂടി വന്നു ചേരാനുണ്ട്. കുറെ വീടിന്റെ അകത്ത് തപ്പിയും തടഞ്ഞും പരിധിയും നോക്കി. അവസാനം കിട്ടിയ ഒരു പുതപ്പും ഒരു വക്ക് പൊട്ടിയ ചട്ടിയുമായി ഇലാ ഹദറത്തി റസൂലില്ലാഹി സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ വരവും കൂടി വന്നപ്പോ മഹാനായ അബൂബക്കറിന്റെ വരവ് അല്ലാഹുവിന്റെ ഹബീബ് ചോദിച്ചു, മാ അബ്ഖൈത ലി അഹ്ലിക, ഇനി കുടുംബത്തിൽ എന്താ ബാക്കിയുള്ളത്? ഖാല അബ്ഖൈതു ലഹുമുല്ലാഹ വ റസൂല, അല്ലാഹുവിനെയും റസൂലിനെയും ഞാൻ ബാക്കി വെച്ചിട്ടുണ്ട് നബിയേ. ഉമർ ഇബ്നുൽ ഖത്താബ് പറയാണ്,
ലാ ഉസാബിഖുക ഇലാ ശൈഇൻ അബദാ. സിദ്ദീഖേ, ഒരിക്കലും അങ്ങയെ മറികടക്കാൻ എനിക്ക് കഴിയൂല. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്, അങ്ങനത്തെ മഹാനാ സിദ്ദീഖ് തങ്ങൾ. ആ മഹാൻ പോകുന്ന പോലെ പോവാൻ ചോദിക്കണം. അല്ലാഹു തരട്ടെ. ജന്നത്തുൽ ഫിർദൗസ് തന്നെ ചോദിക്കും. അവിടെയാണ് ഹബീബായ മുഹമ്മദ് മുസ്തഫ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്വർഗം കുറിച്ച് പറഞ്ഞു വെച്ചതുകൊണ്ടാണ് ഇന്നിതിങ്ങനെ പറഞ്ഞു അല്ലേ? അങ്ങനെയാണ്, അത് തന്നെ ചോദിക്കണം. ജന്നത്തുൽ ഫിർദൗസ്. ഒരു സംഭവം കൂടി പറയാം. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, സ്വഹാബികളായ പലരും പ്രമുഖർ ഇസ്ലാമിൽ വന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുഖേനയാണ്. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട പ്രമുഖരായ 10 സ്വഹാബികളുണ്ടല്ലോ, ഏറ്റവും സ്ഥാനം കൂടുതൽ അവർക്ക്. അവരിൽ മിക്കവാറും സ്വഹാബികൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുഖേന ഇസ്ലാമിൽ വന്നവരാണ്. കേട്ടോളൂ, മഹാനവറുകൾ 20ഓളം സ്വഹാബികളെ അടിമത്തത്തിൽ നിന്നും കയ്യിലെ പണം കൊടുത്ത് മോചിപ്പിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. 20ഓളം സ്വഹാബികൾക്ക് ജീവിതം കൊടുത്തത് സിദ്ദീഖിന്റെ സമ്പാദ്യ റളിയല്ലാഹു അൻഹു. وأنفق في ذلك 40,000 دينار. 40,000 ദീനാർ ആ കാലഘട്ടത്തിൽ മഹാൻ അതിനു വേണ്ടി ചെലവ് ചെയ്തു. അല്ലാഹുവിന്റെ ഹബീബ് ഒരിക്കൽ പറഞ്ഞു, അബൂബക്കറേ, അന്ന ബിലാലൻ യുഅദ്ദബു വഹുവ അബ്ദ്. ബിലാൽ എന്ന് പറയുന്ന ഒരു അടിമ ഇവിടെ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. ഒരു അടിമയാണ്. ففهم أبو بكر أن النبي صلى الله عليه وسلم يريد أن يعتقه. അള്ളാന്റെ റസൂൽ അത്രയും പറഞ്ഞ് അവസാനിപ്പിച്ചു. ഒരു ബിലാൽ എന്ന് പേരുള്ള അടിമ ഇവിടെ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്, വേദനിപ്പിക്കപ്പെടുന്നുണ്ട്. മൂപ്പര് മുസ്ലിമാ. അത്രയും പറഞ്ഞതേ ഉള്ളൂ, ബാക്കി പറയണ്ട നബിയേ. സിദ്ദീഖ് തങ്ങൾ തീരുമാനിച്ചു മോചിപ്പിക്കാൻ. ഫദഹബ ഇലാ മൻസിലിഹി. ഉമയ്യത്തിന്റെ വീട്ടിലെ മഹാനായ അബൂബക്കർ സിദ്ദീഖ് വീട്ടിലേക്ക് ചെന്നു. സിദ്ദീഖ് തങ്ങൾ വീട്ടിലേക്ക് ചെന്നിട്ട് ഫഹമല റതലൻ മിൻ ദഹബ്. അറബിയിൽ ഒരു കണക്കുണ്ട്, റാത്തല്. നമ്മൾ പറക്കണക്കെന്ന് പറയും. പറ, പണ്ട് നെല്ലളന്ന പറ പോലെ. പറ, നെല്ലളക്കുന്ന സാധനത്തിന്റെ പേര് പറ. എന്ത് നിങ്ങൾ പറ എന്താണ് നെല്ലളക്കുന്ന പാത്രത്തിന്റെ പേര്? പറ അല്ലേ? അവരുടെ സാധനം അങ്ങനെ ഒരു അളവാണ് റാത്തലളവ്. മഹാനവറുകൾ വീട്ടിലേക്ക് ചെന്ന് നിന്നിട്ടോ സ്വർണ്ണ കുമ്പാരമുണ്ട് സിദ്ദീഖിന്റെ കയ്യിൽ. റളിയല്ലാഹു അൻഹു ചില്ലറക്കാരനല്ല. ഈ മഹാനെ പറയാത്ത ഒരു മൂമിനില്ലല്ലോ. അഫ്ളലുൽ ബശ്രി ബഅദൽ അംബിയാഇ തഹ്ഖീഖ് അബൂബക്കർ സിദ്ദീഖ്. അള്ളാഹുവിന്റെ അമ്പിയാക്കൾ കഴിഞ്ഞാൽ പിന്നെ മനുഷ്യവർഗം കണ്ട ഏറ്റവും വലിയ മഹാൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അല്ലാഹു അവരുടെ കൂടെ സ്വർഗം തരട്ടെ. വീട്ടിലേക്ക് ചെന്നു. റാത്തൽ പാത്രമെടുത്തു. ഒരു റാത്തൽ സ്വർണം അവിടെ നിന്ന് അളന്നെടുത്തു. വദഹബ ഫസ്തറാ ബിലാല വഅതഖഹു ലിവജ്ഹില്ലാഹ്. ഉമയ്യത്തിന്റെ മുന്നിൽ കൊണ്ടുപോയി ചൊരിഞ്ഞിട്ട് കൊടുത്തു. അത്ര വലിയ മൂല്യമുള്ള ആളല്ല ബിലാല്, നീഗ്രോയാണ്. അതുകൊണ്ട് സാധാരണ അടിമകൾക്ക് വെക്കുന്നൊരു വില പോലുമില്ലെന്ന് വെച്ചോളൂ. എന്നാലും ഉമയ്യത്തെ എനിക്ക് പണം പ്രശ്നമല്ല, എന്റെ ഹബീബിന്റെ ആഗ്രഹമാ. ഒരു റാത്തൽ സ്വർണം ചൊരിഞ്ഞിട്ട് കൊടുത്തിട്ട് ബിലാലിനെ കൊണ്ടുവന്നു. വരുന്ന വഴിയിൽ തന്നെ പറഞ്ഞു, ബിലാലേ, നീ അടിമത്തത്തിൽ നിന്നും മോചിതനാ, നിന്നെ ഞാൻ മോചിപ്പിച്ചിരിക്കുന്നു, സ്വതന്ത്രനാക്കി വിട്ടു. അങ്ങനെയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അൻഫഖ അബൂബക്കർ റളിയല്ലാഹു അൻഹു കുല്ലമാ മഅ മിൻ മാലിൻ ഫീ സബീലില്ലാഹി യൗമൽ ഹിജ്റ. ഹിജ്റ പോകുമ്പോൾ കോടിക്കണക്കിന് ഉറുപ്പികയുടെ സമ്പത്ത് മക്കയിൽ വേണ്ടാതെ വെച്ച് പോയ സ്വഹാബിയാണ് അബൂബക്കർ സിദ്ദീഖ്. മഅൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇൻദമാ തൂഫിയ അബൂബക്കർ ലം യുബ്ഖി ദിർഹമൻ വലാ ദീനാറാ. വഫാത്താകുമ്പോൾ സമ്പാദ്യമൊന്നുമില്ല, ഒരൽപ്പം ഭൂമി. അത് വിട്ടിട്ട് ഈ 2 വർഷത്തോളം താൻ വാങ്ങിയ ഖജനാവിന്റെ പൊതുഖജനാവിന്റെ ശമ്പളം, ഖലീഫ എന്ന പദവിയിൽ സ്വീകരിച്ച ശമ്പളം, സ്വഹാബികൾ നിർബന്ധിച്ച് ഏൽപ്പിച്ചത് ആ ശമ്പളം.
വഫാത്ത് കഴിഞ്ഞപ്പോൾ തിരിച്ചു കൊടുത്തേക്കാൻ പറഞ്ഞ് ഭൂമി വിൽക്കാൻ ഏൽപ്പിച്ചു സയ്യിദുനാ അബൂബക്കർ റളിയല്ലാഹു അൻഹു. فقد كان طوال الوقت منفقا في سبيل الله لا يدخر لنفسه شيئا. ഒന്നും സ്വന്തത്തിന് വേണ്ടി മാറ്റി വെച്ചിട്ടില്ല, ഒക്കെ കൊടുത്തു. ആ മഹാൻ പോകുന്ന സ്വർഗത്തിൽ ആ മഹാൻ പോകുന്ന പോലെ പോകണമെന്ന് ചോദിക്കാൻ പഠിപ്പിച്ചു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയാ ചോദിക്കേണ്ടത്. എന്റെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പോകുന്ന ആ 8 കവാടത്തിലൂടെയും കയറാനുള്ള യോഗ്യത, 8 കവാടത്തിലെയും സെക്യൂരിറ്റി സല്യൂട്ട് തരും. നമ്മുടെ ടാഗ് നോക്കിയാൽ ഈ ടാഗ് അങ്ങനെ ഉണ്ടല്ലോ, ഒരു ഇന്റർനാഷണൽ ലൈസൻസ് ഉണ്ടെങ്കിൽ ഏത് രാജ്യത്തും, അങ്ങനെ ചില രാജ്യങ്ങളിൽ വണ്ടി ഓടിക്കുക അതിന് പ്രത്യേകം അതുണ്ട്. കൊറോണ സമയത്ത് യാത്ര പോകുമ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥരാണ് വാഹനത്തിലെങ്കിൽ എന്ത് ചെയ്യും, പോലീസുകാർ വഴി തടയില്ല, അപ്പൊ കയറ്റി വിടും. അപ്പൊ 2 ആനയുടെ പടമുള്ള ഒരു ടാഗ് ഉണ്ടാവും. സർക്കാർ ഉദ്യോഗസ്ഥർ അത് ആ കൊറോണ സമയത്ത് മാച്ച് ഉപയോഗിച്ചു അങ്ങനെ കാണിച്ചു കൊടുത്താൽ പോയിക്കോളാൻ പറ്റും. അങ്ങനെയാണ് കയറ്റിവിടും. ദിവസം ആരംഭം മുതൽ തന്നെ എല്ലാ നന്മകളും ചെയ്തു. ഒരു ദിവസം നേരം വെളുക്കണം എങ്ങനെയാണ്, നമ്മുടെ നേരം വെളുക്കൽ എങ്ങനെയാണ്, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ നേരം വെളുക്കൽ എങ്ങനെയാണ് നമ്മൾ ആലോചിച്ച് നോക്കണം. ഒരു ദിവസം നേരം പുലരുന്നത് മുതൽക്കുള്ള എല്ലാ നന്മകളും ചെയ്ത മഹാനായ നബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹീഹ് മുസ്ലിം ഈ ഹദീസ് രേഖപ്പെടുത്തുന്നുണ്ട്. മൻ അസ്ബഹ മിൻകുമുൽ യൗമ സ്വഇമാ. സുബഹിക്ക ചോദ്യം, ഇന്നാർക്കാ നോമ്പുള്ളത്? അല്ലാഹുവിന്റെ ഹബീബിന്റെ ചോദ്യമാണ്, ഇന്നാർക്കൊക്കെയാ നോമ്പ്? കയ്യ് പൊക്കി നബിയെ എനിക്ക് നോമ്പുണ്ടേ. അബൂബക്കർ സിദ്ദീഖ് സുബഹിക്ക ചോദിക്കുന്നത്, ഇന്നാർക്കാ നോമ്പുള്ളത്? ഖാല അബൂബക്കറിൻ അനാ, ഞാൻ നോമ്പുകാരനാ നബിയെ. സുബഹിക്കാണ് ചോദിക്കുന്നത്, ഫമൻ തബിഅ മിൻകുമുൽ യൗമ ജനാസ. ആരാ ഇന്നൊരു ജനാസ അനുഗമനത്തിൽ പങ്കെടുത്തത്? മയ്യത്ത് കുളിപ്പിക്കാനും നിസ്കരിക്കാനും പങ്കെടുത്തതാരാ? ഖബറടക്കാൻ ആരാ പങ്കെടുത്തത്? നബിയേ ഞാനുണ്ടെന്ന് സയ്യിദുനാ അബൂബക്കർ. സുബഹിക്ക ചോദിക്കുന്നത്, ഒരു മിസ്കീനായ മനുഷ്യന് ഭക്ഷണം കൊടുക്കാനുള്ളത് കരുതി വെച്ചത് ആരാ? കൈ പൊക്കി ഞാനത് ഒരുക്കി വെച്ചിട്ടുണ്ട് നബിയേ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്. ഒരു രാവിലെ തുടങ്ങുന്നത് അങ്ങനെയാണ്. പിന്നെ ഹബീബായ നബി തങ്ങൾ ചോദിച്ചു, ഫമൻ ആത മിൻകുമുൽ യൗമ മരീള. ഈ സുബഹിയുടെ നേരത്തെ ആരെങ്കിലും രോഗസന്ദർശനം നടത്തിയിട്ടുണ്ടോ? അപ്പോഴും പറഞ്ഞു, നബിയെ പോരുന്ന വഴിയിൽ ഒരു രോഗിയെയും കൂടി കണ്ടിട്ടാ കൂലി ഞാൻ കരസ്ഥമാക്കിയിട്ടാ വരുന്നത്. ഖാല അബൂബക്കറിൻ അനാ അനാ യാ റസൂലല്ലാഹ്. ഞാൻ രോഗസന്ദർശനവും നടത്തി രോഗിയെ സന്ദർശിച്ചിട്ടാ വരുന്നത്. മജ്തമഅന ഫിംറിഇൻ ഇല്ലാ ദഖലൽ ജന്ന. ഞാൻ ഈ ചോദിച്ച ചോദ്യങ്ങൾ ഒരു ദിവസം ചെയ്യാൻ ഒരാൾക്ക് കഴിഞ്ഞാൽ അവൻ സ്വർഗത്തിൽ കടക്കും എന്നല്ല പറഞ്ഞത്, കടന്നു കഴിഞ്ഞെന്ന് മുഹമ്മദ് മുസ്തഫ. ചെറിയ കാര്യമല്ല അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ സ്വർഗപ്രവേശനം. അതുപോലെ പ്രവേശിക്കാൻ കൊതിപ്പിക്കാണ് ജീവിതേ. മനുഷ്യനെ കൊതിപ്പിക്കുക, ഇങ്ങനെയൊക്കെ ജീവിക്കുക എന്നുള്ളത് കൊതിപ്പിക്കാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ്. എന്തൊരു സൂക്ഷ്മത! ഖജനാവിന്റെ കണക്കെഴുതാൻ മാത്രമേ വിളക്ക് കത്തിച്ചിട്ടുള്ളൂ രാത്രി. ഭരണസാരിധ്യത്തിലിരിക്കുമ്പോൾ ആ നേരത്തെ കണക്കെഴുതാൻ വേണ്ടി മാത്രമാണ് വിളക്ക് കത്തിച്ചിട്ടുള്ളൂ. അങ്ങനെ കണക്കെഴുതിക്കൊണ്ടിരിക്കുമ്പോ ഭാര്യ വന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇരിക്കുന്നതിന്റെ ബാക്ക് വശത്താണ് ഭാര്യ വരാൻ സാധ്യതയുള്ള ഡോറ്. ഭാര്യ അവിടെ വന്നു. മഹാനവറുകളെ വിളിച്ചു. ഉമർ ഇബ്നുൽ ഖത്താബ് സദസ്സിലിരിക്കുന്നുണ്ട്. ഉമർ പറയാ റളിയല്ലാഹു അൻഹു, പെട്ടെന്ന് വിളക്കണച്ചു സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്. അത് ഉമർ കാണുമെന്ന് ഓർത്തിട്ടില്ല. ഉമർ കാണുമല്ല, ഉമർ നോക്കുമല്ല. റളിയല്ലാഹു അൻഹു എന്തിനാണ് വിളക്കണച്ചതെന്നറിയുമോ? കുടുംബകാര്യം പറയാൻ ആ ഭാര്യ വന്നത്. ആ വരവ് കണ്ടറിയാം. അല്ലാതെ ഈ കണക്കിൽ എന്തിന് ചേർക്കാനുള്ളത് പറയാൻ ഉറപ്പായിട്ട് ആര് വരില്ല. അപ്പൊ പറഞ്ഞു തുടങ്ങുന്നതിന്റെ ആദ്യ അവസരത്തിൽ തന്നെ കുടുംബകാര്യം പറയാൻ ഖജനാവിന്റെ പണത്തിനാൽ വാങ്ങിയ ഒലീവെണ്ണയിൽ കത്തുന്ന തീനാളത്തിന് പോലും മൂല്യം
പെണ്ണെ നിന്റെ വീട്ടുവിശേഷം പറയാൻ ഈ വെളിച്ചം വേണ്ട എന്ന് അബൂബക്കർ സിദ്ദീഖ്. വിളക്കണച്ച് വർത്താനം വിശേഷമൊക്കെ കേട്ടിട്ടാ മഹാനവറുകൾ വീണ്ടും വിളക്ക് കത്തിച്ചു. അങ്ങനെയാ ചിന്തിക്കേണ്ടത്. ആ എണ്ണ പോലും കത്തിപ്പോകുന്നതിൽ സൂക്ഷ്മത. ഖലീഫയായപ്പോ എല്ലാരും സന്തോഷിച്ചു. ഒരു ഉമ്മ കരഞ്ഞു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖലീഫയായെന്നറിഞ്ഞപ്പോൾ മദീന മുഴുവനും സന്തോഷത്തിലാ. ഒരു ഉമ്മ കരച്ചിലാണ്. ആ കരച്ചിലിന്റെ വേദന, ആ കരച്ചിലിന്റെ ഗദ്ഗദം, ആ കരച്ചിലിന്റെ തേങ്ങലടി, ആ ഉമ്മാന്റെ സങ്കടം വാക്കുകളില്ല, പറയുന്നില്ല, കരച്ചിൽ നിർത്തുന്നില്ല. കാരണം അബൂബക്കർ സിദ്ദീഖ് ഖലീഫയായി എന്നതാ. സിദ്ദീഖ് തങ്ങളുടെ സത്യപ്രതിജ്ഞ കഴിഞ്ഞപ്പോ തന്നെ ഒരു സ്വഹാബി ചെവിയിൽ പറഞ്ഞു, തങ്ങളെ മദീനയിൽ ഒരു ഉമ്മ കരയുന്നു, കാരണം എന്തെന്നോ, അങ്ങ് ഖലീഫയായതിന്റെ പേരിലാ. സത്യപ്രതിജ്ഞ കഴിഞ്ഞ ആദ്യത്തെ യാത്ര ആ ഉമ്മാനെ സന്ദർശിക്കാൻ ചെന്നു. അവരുടെ മുന്നിൽ വിനയത്തോടു കൂടെ ഇരുന്നു. എന്നിട്ട് ചോദിച്ചു, ഉമ്മ നിങ്ങൾ എന്തിനാ കരയുന്നത്? ആ വൃദ്ധ പറഞ്ഞു, അബൂബക്കർ സിദ്ദീഖ് ഖലീഫയായതിന്റെ പേരിലാ ഞാൻ കരയുന്നത്. പരിവാരങ്ങൾ നോക്കി നിൽക്കാം, അതിന് നിങ്ങൾ എന്തിനാ കരയുന്നത്? ഞാനൊരു വൃദ്ധയാ, ആരും എനിക്ക് സംരക്ഷണത്തിനില്ല. എന്റെ ചിലവ് കഴിയുന്നത് ഈ വീട്ടിൽ ഒരു ആടിനെ വളർത്തുന്നതിന് കറന്നെടുക്കുന്ന പാല് വിറ്റിട്ടാം. നാളെ മുതൽ ഞാൻ പട്ടിണിയാണല്ലോ. എന്റെ വീട്ടിൽ നാളെ മുതൽ ആട് കറക്കാൻ ആള് വരില്ല. വൃദ്ധയായ എനിക്ക് ആ പാല് കറന്നെടുത്തത് കൊണ്ടുപോയി അങ്ങാടിയിൽ വിറ്റാൽ എനിക്ക് കിട്ടേണ്ട പണം കൃത്യമായി കിട്ടിയാൽ അതിൽ ഞാൻ വാങ്ങേണ്ട അരിയും ചില്ലുവാനും വീട്ടു സാധനങ്ങൾ വാങ്ങിയ ബാക്കിയുള്ളത് എന്റെ കയ്യിൽ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തമുള്ള ജോലിക്കാരൻ നാളെ മുതൽ ഇല്ലല്ലോ. മഹാനായ അബൂബക്കർ സിദ്ദീഖ് കരഞ്ഞു പോവുകയാ. പറഞ്ഞു, കരച്ചിൽ നിർത്തൂ ഉമ്മ. ഇന്നലെ നിങ്ങളുടെ വീട്ടിൽ വന്ന ആട് കറന്നു തന്ന അതേ ജോലി ചെയ്ത്, ഇന്ന് രാവിലെയും അതേ ജോലി ചെയ്ത് നിങ്ങളെ സന്തോഷിപ്പിച്ച സിദ്ദീഖ് തന്നെ ഖലീഫയുടെ പദവിയിൽ ഇരുന്നു കൊണ്ട് നാളെ വന്ന് നിങ്ങളുടെ ആടിനെ കറക്കുമെന്നതിൽ തർക്കമില്ല. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് അവിടെ ആട് കറക്കാൻ പോകുമായിരുന്നു, അവരെ സന്തോഷിപ്പിക്കുമായിരുന്നു. അതിൽ ഖലീഫയായതിന്റെ പേരിൽ മുടക്കമില്ല. ആ മഹാൻ പോകുന്ന സ്വർഗമായ 8 കവാടവും കാത്തിരിക്കാവൊന്ന് വന്നു ചേരാൻ. ഇതിനാ ഞാൻ ഇങ്ങനെ പറയുന്നത്, ആ നന്മയിലേക്ക് നമ്മുടെ നന്മയെ താരതമ്യം ചെയ്യാനേ കഴിയില്ല. എന്നാലും ആ മഹാൻ പോകുന്ന സ്വർഗത്തിൽ പോവാൻ എന്റെ മുന്നിലിരിക്കുന്ന സഹോദരന് കഴിയും, എന്റെ മുന്നിലിരിക്കുന്ന സഹോദരിക്ക് അതുപോലെ പോകാൻ പറ്റും. ഒന്ന് രണ്ട് കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ എങ്ങനെ പറ്റും എന്നുള്ളതിലേക്ക് ഞാൻ കടന്നു വരാം. അന്നബി ഹുറൈറ റളിയല്ലാഹു അൻഹു, ഇമാം നസായി അവിടുത്തെ സുനനുൽ കുബ്രയിൽ ഒരു ഹദീസ് പറയുന്നുണ്ട്. അന്നബി ഹുറൈറ റളിയല്ലാഹു അൻഹു വഅൻ നബി സഈദ് അൽ-ഖുദ്രി റളിയല്ലാഹു അൻഹുമാ അന്നഹുമാ ഖാലാ ഖതബനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൗമാ. ഒരിക്കൽ അല്ലാഹുവിന്റെ ഹബീബ് ഞങ്ങളോട് ഒരു പ്രഭാഷണം നടത്തി. മഹാന്മാരായ സ്വഹാബികൾ പറയാം, ആ പ്രഭാഷണത്തിൽ തുടക്കത്തിൽ തന്നെ 3 വട്ടം റസൂലുള്ളാഹി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനെ കൊണ്ട് 3 വട്ടം ആണയിട്ട് സത്യം ചെയ്തു പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദിഹി 3 മറات. 3 വട്ടം അല്ലാഹുവാണ് സത്യം, അല്ലാഹുവാണ് സത്യം, അല്ലാഹുവാണ് സത്യം. സയ്യിദുനാ റസൂലുള്ളാഹി ثم أكب فأكب كل رجل منا يبكي لا يدري على ماذا حلفا. പിന്നെ തല കുമ്പിട്ട് വെച്ചിട്ടങ്ങ് കരയാ തുടങ്ങി. സയ്യിദുനാ റസൂലുള്ളാഹി അല്ലാഹുവാണ് സത്യമെന്ന് 3 വട്ടം പറഞ്ഞിട്ട് തല കുനിച്ച് പിടിച്ചങ്ങ് കരയാ തുടങ്ങി. അള്ളാന്റെ റസൂല് കരഞ്ഞാ മതി, എന്തിനെന്ന് ചോദിക്കണ്ട, സുന്നത്തല്ലേ. ഞങ്ങളും അത് കണ്ടങ്ങ് വാവിട്ട് കരയാൻ തുടങ്ങി. പുന്നാരപ്പൂമാന്റെ ചുണ്ടുകൾ വിതുമ്പുന്നത് കണ്ടാൽ ഞങ്ങളുടെ മനസ്സുകൾക്ക് പിടിച്ചു നിൽക്കാവതല്ല. ആ ചുണ്ട് വിതുമ്പുന്നത് കണ്ടാൽ ഞങ്ങളുടെ ചുണ്ട് വിതുമ്പിപ്പോകുമേ. പ്രവാചക പ്രേമത്തിന്റെ പ്രഫുല്ലമായ ആ അടയാളമാ സ്വഹാബത്തിന്റെ ജീവിതം. അവരങ്ങ് കരയാൻ തുടങ്ങി. അള്ളാന്റെ ഹബീബ് തലകുനിച്ച് പിടിച്ച് കരയുന്നു. എന്തിനാ സത്യം ചെയ്തത് ആർക്കും അറിയില്ല. പിന്നെ തല ഉയർത്തി. പെട്ടെന്നതാ അവിടുത്തെ മുഖത്തിൽ ഒരു സന്തോഷം വന്നു.
ഒരു വലിയ മഴ പെയ്ത ശേഷം ഒരു വെയിൽ പുഞ്ചിരിക്കുന്ന പോലെ മുഹമ്മദ് മുസ്തഫ ചിരി വിടർന്നു, മുഖത്തൊരു ചിരി വിടർന്നു. فكانت أحب إلينا من حمر النعم ثم قال ما من عبد يصلي الصلوات الخمسة ويصوم رمضان ويخرج الزكاة ويجتنب الكبائر السبع إلا فتحت له أبواب الجنة وقيل له ادخل بالسلام. എന്തിനാണ് ചിരിച്ചതും സന്തോഷിച്ചതും അറിയോ? ഒരു നിമിഷം ആലോചിച്ചു, എങ്ങനെയാ ഒന്ന് സ്വർഗത്തിലേക്ക് സ്വർഗത്തിലെത്തുന്നത് എങ്ങനെയാന്നൊരു നിമിഷം ആലോചിച്ചപ്പോ കരഞ്ഞു പോയതാ. എത്ര കരയണം നമ്മള്? അല്ലാഹുവേ, എങ്ങനെയാ നിന്റെ സ്വർഗത്തിലേക്ക് എത്താ എന്നത് ഒരു നിമിഷം ആലോചിച്ചതിന്റെ പേരിൽ കരഞ്ഞു പോയതാ നബിയുനാ റസൂലുള്ളാഹി. 3 വട്ടം സത്യം ചെയ്തല്ലോ, എന്ത് പറയാനാണെന്നറിയോ? 5 വഖത്ത് കൃത്യമായി നിസ്കരിച്ചു. അതിന്റെ ആദ്യ സമയത്തിൽ തന്നെ പരിശുദ്ധ റമദാൻ ആരോഗ്യമനുസരിച്ച് കൊണ്ട് നോമ്പെടുത്തു. അതിൽ വീഴ്ചകളില്ലാതെ നോമ്പ് പിടിച്ചാൽ നോമ്പ് കൊണ്ട് പാടില്ലാത്തതൊന്നും ചെയ്യാതെയും ചെയ്യേണ്ടതൊക്കെ ചെയ്തും നോമ്പെടുത്തു. അതുപോലെ തന്നെ സക്കാത്ത് സദഖകൾ കൃത്യമായി ചെയ്തു. ഇതിന്റെ പുറമേ ഒരു വൻപാപവും അവൻ ചെയ്തിട്ടില്ല, ഹറാമും ചെയ്തിട്ടില്ല. സ്വർഗത്തിന്റെ 8 കവാടവും അവന്റെ മുന്നിൽ മലർക്കേ തുറക്കുമെന്ന സന്തോഷം പറഞ്ഞുകൊണ്ട് പുഞ്ചിരിച്ചു നബിയേ മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവേ, അങ്ങനെ അമൽ ചെയ്യാൻ നീ ഞങ്ങളെ സഹായിക്കണേ അല്ലാ. അല്ലാഹുവേ, അങ്ങനെ അമൽ ചെയ്യാൻ നീ ഞങ്ങളെ സഹായിക്കണേ അല്ലാ. അങ്ങനെ റസൂലുള്ളാഹി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ രീതിയിൽ നമ്മുടെ അമല് കൊണ്ട് നമുക്ക് സ്വർഗത്തിലേക്ക് കയറാം. പ്രാഥമികമായ അമല് കേട്ടല്ലോ, ഇനി കേട്ടോളൂ. അൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ ഖാല റസൂലുള്ളാഹി, ഒന്നുകൂടി ഖാല റസൂലുള്ളാഹി, മൻ ഫുതിഹ ലഹു ഫിദ്ദുആഇ മിൻകും ഫുതിഹത് ലഹു അബ്വാബുൽ ജന്നാ ലാ യസ്അലുല്ലാഹ അബ്ദൻ ശൈഅൻ അഹബ്ബ ഇലൈഹി മിൻ അൻ യസ്അലൽ അഫിയാ. നമ്മളൊക്കെ ദുആ ചെയ്യാൻ പിശുക്കുള്ളവരാ. നേരം പുലർന്ന് ഇത്രയും നേരം കൊണ്ട് നമ്മൾ എത്ര വട്ടം ദുആ ചെയ്തു? എത്ര ചെയ്യുന്നു അത്രയും ചെയ്യണം. ഹംദ് പറഞ്ഞുകൊണ്ട് തുടങ്ങണം, സ്വലാത്ത് കൊണ്ട് തുടങ്ങണം, മുഅ്മിനീങ്ങൾക്ക് പൊറുക്കാൻ തേടണം. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അതൊക്കെ ദുആയിൽ വേണം. റബ്ബി റഹംഹുമാ കമാ റബ്ബയാനി സഗീറ ദുആയിൽ വേണം. ഞാൻ ആരുടെയൊക്കെ കുറ്റം പറഞ്ഞിട്ടുണ്ടോ, ഞാനാൽ ആരൊക്കെ വേദനിച്ചിട്ടുണ്ടോ അവർക്ക് നീ പൊറുക്കണേ എന്ന് ആത്മാർത്ഥമായി പറയണം. ഹബീബിന്റെ പേരിൽ സ്വലാത്ത് വേണം. പിന്നെ അതിന്റെ കൂടെ അല്ലാഹുമ്മ ആതിഹിൽ വസീലത വൽ ഫളീലത വദ്ദറജത റഫീഅത വബഅസ്ഹു മഖാമൻ മഹ്മൂദൻ അല്ലദീ വഅദതഹു. ആ ദുആയും വേണം. ഇതൊക്കെ ചെയ്താൽ ആ ദുആ സ്വീകരിക്കും. ഈ പറഞ്ഞൊന്നും മറക്കരുത്. ഹംദ്, സ്വലാത്ത്, ആതി മുഹമ്മദിനിൽ വസീലത വൽ ഫളീലത എന്ന് തുടങ്ങുന്ന ഭാഗം, അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, അത് വേണം. മാതാപിതാക്കൾക്ക് വേണം. അതൊക്കെ ഉണ്ടാവണം. അത് കഴിഞ്ഞിട്ട് പച്ച മലയാളത്തിൽ ചോദിച്ചോളൂ. എത്ര ചോദിക്കുന്നുവോ അത്രയും അല്ലാഹുവോട് നീ അടുത്തു, അല്ലാഹ് നിന്നോട് അടുത്തു എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. നമ്മുടെ മുന്നിൽ 8 കവാടവും അടച്ചിരിക്കാ. ഹറാമ് ചെയ്യാതെ അമൽ ചെയ്താൽ പതുക്കതൊന്ന് തുറന്നത് ഒന്നുകൂടി തുറന്നു തരാണ് 8 കവാടം. ദുആ ഇങ്ങനെ ചെയ്ത് തുടങ്ങി പിന്നെ എപ്പോഴും ദുആ, ഇടക്കിടക്ക് ദുആ. ഇത് നോർത്ത് വെക്കണം. ഇടക്കിടക്ക് ദുആ. ലൈലത്തുൽ ഖദ്ർ ഹയാത്താക്കേണ്ട രാവുകൾ ഇടക്കിടക്ക് ദുആ, ഇടക്കിടക്ക് ഇങ്ങനെ ദുആ. അല്ലാതെ ലാസ്റ്റ് കൊണ്ടുവന്ന് ഫൈനൽ ഒറ്റ ദുആയല്ല, ഇടക്കിടക്ക് ദുആ. അത് അല്ലാഹുവിന് വലിയ ഇഷ്ടമാ. ഇടക്കിടക്ക് ഇങ്ങനെ ദുആ വർദ്ധിപ്പിക്കുന്നത് ഒരു തൗഫീഖ് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഇമാം ഹാക്കിമിന്റെ മുസ്തദ്രക്കിൽ കാണാം ഹദീസ്. ഇടക്കിടക്ക് ഒരാൾ ഇങ്ങനെ ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നത് അല്ലാഹു ആ മനുഷ്യനെ തെരഞ്ഞെടുത്തതിന്റെ അടയാളമാണ്. ഇടക്കിടക്ക് ഇങ്ങനെ ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ മനുഷ്യൻ അല്ലാഹു തൗഫീഖ് നൽകിയതാണ്.
ഒരു തൗഫീഖുള്ള മനുഷ്യന് മാത്രമാ അങ്ങനെ ചെയ്യാൻ കഴിയൂ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹുവേ പൊറുക്കണേ അല്ലാഹ്. ഏതായാലും ആ ഹദീസ് പറഞ്ഞതല്ലേ, ആ ഇൽമ് കേട്ടതല്ലേ, നമുക്കൊന്ന് ദുആ ചെയ്യാം. ആ ഹദീസിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹ് ഖബൂലാക്കട്ടെ. അല്ലാഹുവേ ഞങ്ങളോട് കരുണ ചെയ്യണേ അല്ലാഹ്. നിന്റെ സ്നേഹം ഞങ്ങളോട് വേണമല്ലാഹ്. റബ്ബേ ഞങ്ങൾക്ക് താങ്ങാൻ പറ്റാത്ത ഒരു രോഗവും കൊണ്ട് നീ പരീക്ഷിക്കല്ലേ അല്ലാഹ്. അള്ളാന്റെ ഹബീബ് പറയാ, ഇടക്കിടക്ക് അങ്ങനെ ദുആ ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾ ദുആ ചെയ്യാൻ ഞാൻ നിങ്ങളോട് പ്രത്യേകം ഒരു കാര്യം ഏൽപ്പിക്കട്ടെ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ഏത് ദുആ കേൾക്കാനാണെന്നറിയുമോ? അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം വലാ യസ്അലുല്ലാഹ അബ്ദുൻ ശൈആ അഹബ്ബ ഇലൈഹി മിൻ അൻ യസ്അലൽ ആഫിയ. ആഫിയത്ത് ചോദിക്കലാ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമെന്ന്. എന്താ? അള്ളാന്റെ അടിമ ആഫിയത്തിൽ നടക്കുന്നത് കാണാൻ അള്ളാഹുവിന് ഇഷ്ടം എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അതുകൊണ്ട് നിങ്ങൾ ആഫിയത്ത് ചോദിച്ചോളൂ. ആഫിയത്ത് ഇടക്കിടക്ക് ചോദിക്കാം. ആഫിയത്ത് എന്ന് പറഞ്ഞാൽ എന്താ അതിനർത്ഥം എന്നറിയോ? ആരോഗ്യം എന്നല്ല. നമ്മൾ മുമ്പ് മഗ്ഫിറത്ത് എന്ന് പറഞ്ഞ മാതിരിയാണ്. മഗ്ഫിറത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ആകെ മനസ്സിലാക്കിയത് അത് ചില സാഹചര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി പോകുന്ന അർത്ഥങ്ങളാണ്. ആഫിയത്ത് എന്ന് പറഞ്ഞാൽ ആരോഗ്യം എന്നല്ല കേട്ടോ അതിനർത്ഥം. സിഹത്താണ് ആരോഗ്യം. അറബി ഭാഷയുടെ കറക്റ്റ് ആയിട്ടുള്ള മീനിങ് പറയണ്ടേ? സിഹത്താണ് ആരോഗ്യം. സഖ്മ് മർലിന്റെ ഇപ്പുറത്ത് ഓപ്പോസിറ്റ് വരുന്നതാണ്. രോഗത്തിന്റെ ഇപ്പുറത്താണ് സിഹത്ത് വരാൻ. ആഫിയത്ത് എന്ന് പറഞ്ഞാൽ കടബാധ്യത ഇല്ലാത്ത അവസ്ഥ, മക്കള് സ്വാലിഹീങ്ങളാകുന്ന അവസ്ഥ, കുടുംബത്തിൽ സമാധാനമുള്ള അവസ്ഥ. ഈ ദുനിയാവിൽ നമുക്ക് കിട്ടുന്ന എല്ലാ സന്തോഷത്തിനും ഒറ്റവാക്കിൽ പറയുന്ന പേരാണ് ആഫിയത്ത്. മയ്യത്തിന് വേണ്ടിട്ട് ദ്വാരക്കും. എന്താ ആഫിയത്തിന് ദ്വാരക്കാം? മയ്യത്തിന് ഇപ്പൊ കാലിന്റെ മുട്ടൊക്കെ വേദന എവിടെ? ഖബറിന്റെ അകത്ത് നെഞ്ചുവേദനയൊന്നുമില്ലല്ലോ. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു വഅഫു അൻഹു. പിന്നെന്താ? വഅഫിഹി. എന്താ അതിനർത്ഥം? ഈ ദുനിയാവ് അവസാനിക്കുന്നതിന് മുമ്പ് മരിച്ചിട്ട് ഖബറിൽ കിടന്നാലും വേണ്ടില്ല, ജീവിച്ച് ഭൂമിയുടെ മുകളിൽ ഇങ്ങനെ കസേരപ്പുറത്തിരുന്നാലും വേണ്ടില്ല. ആഫിയത്ത്, ആഫിയത്തിന്റെ ഒരു ഭാഗം മാത്രമാണ് രോഗം ഇല്ലാത്ത അവസ്ഥ, ആരോഗ്യം. പക്ഷേ ഈ ഭൂമിയിൽ കിട്ടുന്ന എല്ലാ സന്തോഷത്തിനും ഒറ്റ വാക്കിൽ പറയുന്ന വാക്കാണെന്ത്? അങ്ങനെ എല്ലാം നമുക്ക് കിട്ടണം എന്നതാ അള്ളാന്റെ ആഗ്രഹമെന്ന് മുഹമ്മദ് നബി. അത് അള്ളാഹുവോട് ചോദിച്ചാൽ അള്ളാഹു തരും. ഒരാൾ കൂടുതൽ ദുആ ചെയ്യുന്ന പ്രകൃതമാണെങ്കിൽ അത് അള്ളാഹ് ചെയ്ത ഒരു തൗഫീഖാണ്. നമ്മൾ പറയാറുണ്ട് അദ്ദേഹം ഒരു തൗഫീഖുള്ള മനുഷ്യനാണ്. അതൊരു തൗഫീഖാണ്. കൂടുതൽ ദുആ ഇറക്കുന്ന പ്രകൃതമുണ്ടോ അത് അള്ളാഹു ചെയ്ത ഒരു തൗഫീഖ് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. എങ്കിൽ ഇനി നിങ്ങൾ ദുആ ചെയ്തോളൂ, അള്ളാഹുവോട് ആഫിയത്ത് ചോദിച്ചോളൂ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അങ്ങനെ കൂടുതൽ ദുആ ചെയ്യുന്നവന്റെ മുന്നിലേക്ക് സ്വർഗത്തിന്റെ 8 കവാടം മെല്ലെ മെല്ലെ തുറന്നുകൊണ്ടിരിക്കുന്നു എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഫുതിഹത് ലഹു അബ്വാബുൽ ജന്ന. സ്വർഗത്തിന്റെ സർവ്വ കവാടവും അവനിലേക്ക് മെല്ലെ മെല്ലെ തുറക്കാതെ ഇങ്ങനെ ദുആ കൂട്ടിയാൽ മതി. നിസ്കാരം ഒരു ദിവസം എത്ര വഖത്താ? 5. ദുആ 5 നിർബന്ധാണ്. ദുആ 5 നിർബന്ധമാണ്. 5ൽ കുറയാൻ പാടില്ല. നിസ്കാരം ഫർദ് 5 വഖത്തിനപ്പുറം 6ാമതൊരു വഖത്ത് ഫർദ് ഇല്ല. പക്ഷെ ദുആ അതിനപ്പുറം എപ്പോഴും ഉണ്ട്. നിസ്കാരത്തിന്റെ അകത്ത് പോലും നമ്മൾ ഒരു ദുആ നടത്തിയത് 17 വട്ടമാ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. നിസ്കാരം എന്നതിന്റെ അർത്ഥം തന്നെ അസ്സലാ അദ്ദുആ. എവിടെ ദുആ? വജ്ഹതു വജ്ഹി ല്ലേ? ചേർത്ത് ഓതുമ്പോ വജ്ഹതു വജ്ഹി ലില്ലദീ ഫതറസ് സമാവാതി വൽ അർദ് ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രിക്കീൻ. ദുആയാണത്. ഫാത്തിഹ ദുആയാണ്. അതിനപ്പുറത്തേക്ക് ചില സൂറത്തുകൾ, ആയത്തുകൾ ദുആയാണ്. അതിനപ്പുറത്തേക്ക് സുബ്ഹാന റബ്ബിയൽ അസീം വബിഹംദിഹി ഒരു ദുആയാണ്, തസ്ബീഹാണ്. അതിനപ്പുറത്തേക്ക് റബ്ബനാ ലക്കൽ ഹംദ് തുടങ്ങുന്ന ദുആയാണ്.
സുജൂദ് ദുആയാണ്. അവസാനം അത്തഹിയ്യാത്തിലേക്ക് വരുമ്പോൾ അല്ലാഹുമ്മ ഗ്ഫിർലി മാ ഖദ്ദംതു വമാ അഖർതു വമാ അസ്റർതു ദുആയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് ദുആയാണ്. നിസ്കാരം മുഴുവനും ദുആ, നിസ്കാരത്തെക്കാൾ കൂടുതൽ ദുആ, നിസ്കാരം തന്നെ ദുആ. ദുആ വർദ്ധിപ്പിക്കണം എന്നതാ നമ്മുടെ സിലബസ്, അതാണ് ഇസ്ലാം. സയ്യിദുനാ റസൂലുള്ളാഹി ദുആ വർദ്ധിക്കുന്തോറും സ്വർഗത്തിന്റെ കവാടം നിന്റെ മുന്നിൽ ഇങ്ങനെ തുറന്നു വരുന്നു, വന്നുകൊണ്ടേയിരിക്കുന്നു. തുറക്കണം, തുറപ്പിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എട്ടും പതുക്കെ ഇങ്ങനെ നിന്റെ നേരെ തുറന്ന് അങ്ങനെയാണല്ലോ ഒരു ചക്ക വെട്ടിക്കൊണ്ടുവന്ന് പഴുപ്പിക്കാൻ വെക്കുമ്പോ തന്നെ പഴുക്കും. പതുക്കെ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ പഴുത്ത് തരും. അങ്ങനെയാണ് പതുക്കെ തുറക്കണം. ഇന്ന് മുതൽ തുറക്കാനുള്ള പണി നോക്കണം. ഇപ്പൊ ദുആ വർദ്ധിപ്പിക്കണം, ഹറാമുകൾ ഒഴിവാക്കി അമൽ ചെയ്യണം. ഇപ്പൊ 2 കാര്യം ഇനി കേട്ടോളൂ. മൂന്നാമതുണ്ട്, അത് സ്ത്രീകൾക്ക് സ്പെഷ്യലാണ്, സ്ത്രീകൾക്ക് മാത്രമേ ഉള്ളൂ. മൂന്നാമത് ഇനി പറയാൻ പോകുന്ന കാര്യം പുരുഷന്മാർക്ക് അങ്ങനെ പറഞ്ഞിട്ടില്ല. 4 കാര്യം എപ്പോഴും അങ്ങനെ. ആ 4 കാര്യം കൊണ്ട് പെണ്ണിന് സ്വർഗം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പോകുന്ന പോലെ പോവാൻ നമ്മുടെ ഉമ്മാക്ക് കഴിയും, നമ്മുടെ ഭാര്യക്ക് കഴിയും, നമ്മുടെ പെങ്ങൾക്ക് കഴിയും, നമ്മുടെ ഇത്താത്താക്ക് കഴിയും, നമ്മുടെ മകൾക്ക് കഴിയും. നമുക്ക് കഴിയൂല. 4000 ചെയ്താലും അവര് പോകുന്ന പോലെ പോവാൻ നമുക്ക് പറ്റൂല. 4 പറഞ്ഞുള്ളൂ പെണ്ണിന്. അതിൽ 2ലും വിട്ട് വീഴ്ച, 2ൽ കർക്കശം. ഒന്നാമത്തേതാൽ 5 വഖത്ത് നിസ്കാരം വിട്ടുവീഴ്ചയുണ്ട്. മാസത്തിൽ 5-6 ദിവസം അവള് നിസ്കരിക്കണ്ട. നിസ്കരിച്ച ഹറാമാണ്, അത് ഖളാ വീട്ടിലെ ഹറാമാണ്. വേണ്ട, വിട്ടുവീഴ്ച ഉണ്ട്. 2ാമത് പറഞ്ഞു നോമ്പ് പിടിക്കുന്ന കാര്യം റമദാനിൽ അവള് ചെയ്യാറുണ്ട്. ഇതൊക്കെ ഈ 2 കാര്യങ്ങൾ പെണ്ണുങ്ങൾ ചെയ്യാറുള്ളതാ. നോമ്പിലും വിട്ടുവീഴ്ച ഉണ്ട്. കാരണം നോമ്പ് നിസ്കാരം അള്ളാഹുമായി ബന്ധപ്പെട്ടതാ. വിട്ടുവീഴ്ച എന്ന് പറഞ്ഞാൽ അടുത്ത കൊല്ലം റമദാൻ വരുന്നതിന് മുമ്പായിട്ട് 1 കൊല്ലത്തിനുള്ളിൽ 5-6 ഖളാ വീട്ടിയാൽ മതി. അവർക്ക് പിരീഡുള്ള സമയത്ത് നോമ്പും വേണ്ട, നിസ്കാരം വേണ്ട. 2 കാര്യം പറഞ്ഞു കഴിഞ്ഞു, 2ലും വിട്ടുവീഴ്ച കൊടുത്തു. അപ്പൊ ഇനി പറയാനുള്ളതിൽ എത്ര കർശനമായിരിക്കും. മൂന്നാമത്തേത് സൗന്ദര്യ പ്രദർശനം എന്റെ ശരീരം കൊണ്ട് ഇല്ല. അങ്ങനെ പെണ്ണ് തീരുമാനിക്കുന്നതിനെല്ലാം കിട്ടും. അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, പെണ്ണവളുടെ സൗന്ദര്യം സൂക്ഷിച്ചാൽ. 4ാമത്തേത് ഭർത്താവിനോട് വിധേയത്വം കാണിച്ചാൽ. അവൻ പറഞ്ഞു ചെയ്ത് അനുസരിക്കുന്ന പോലെയല്ല, പറഞ്ഞാൽ അവൾ ചെയ്യേണ്ടത് അവൻ പറയാൻ നിൽക്കണ്ട, പറയാതെയും ചെയ്യാം. അങ്ങനെയുള്ള വിധേയത്വം ഇക്ക വരുമ്പോൾ ഇങ്ങനെയുള്ള ഇക്ക വരുമ്പോ തന്നെ ആവശ്യപ്പെടാൻ സാധ്യത ഇന്ന കാര്യം. അതെല്ലാ ദിവസവും പറയണ്ട, അറിയാം. ഇക്ക വരുമ്പോൾ അങ്ങനെ, ഇക്കാക്ക് ഇങ്ങനെ, അങ്ങനെ ഓരോന്ന്. ഭർത്താവ് പറഞ്ഞ് ചെയ്യുന്നതും പറഞ്ഞാലേ ചെയ്യൂ എന്നല്ല, പറഞ്ഞ് ചെയ്യുന്നത് പറയാതെയും ചെയ്യാൻ. ഒരു പെണ്ണിന്റെ വിധേയത്വ ബോധം ഈ 4 ഉണ്ടെങ്കിൽ പെണ്ണിന് സ്വർഗം ആര് പോകുന്ന പോലെ പോവാം. അള്ളാന്റെ ഹബീബ് പറഞ്ഞു, ദുഹുലി, അവളോട് പറയും, നീ കടന്നോ അൽ ജന്നാ, സ്വർഗത്തിലേക്ക്. മിൻ അയ്യി അബ്വാബിൽ ജന്നത്തി ശിഅ്തി, നിനക്ക് ഇഷ്ടമുള്ള ഏത് കവാടത്തിലൂടെയും പോവാം. അബൂബക്കർ തങ്ങൾ പോയ പോലെ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഇമാം അഹ്മദിന്റെ മുസ്നദിൽ കാണാം ഹദീസ്. ഇനി നമുക്ക് മൊത്തത്തിൽ ചെയ്യാൻ പറ്റിയ ഒരമലും കൂടി ഞാൻ പറയാം, തൽക്കാലം നിർത്താം. നമുക്ക് മൊത്തത്തിൽ ചെയ്യാൻ പറ്റിയ ഒരമല്, വുളൂ ചെയ്യുമ്പോൾ ചെറുപാപങ്ങൾ പൊഴിഞ്ഞു പോകും, അല്ലേ? വുളൂ ചെയ്യുമ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, വുളൂ ചെയ്യുമ്പോൾ അതിന്റെ ഹക്കുകളൊക്കെ നിർവഹിച്ച് പരമാവധി ബാത്റൂമിൽ വുളൂ എടുക്കാതിരിക്കണം. കാരണം ദിക്റുകൾ ചൊല്ലാൻ പറ്റൂല. ബാത്റൂമിന്റെ അകത്ത് വുളൂ എടുത്താൽ വെള്ളം തഹൂറാണോ എന്നതേ ഉള്ളൂ. അത് വെള്ളം ഒലിക്കേണ്ട സ്ഥലത്ത് ഒലിച്ചോ, നെയ്യത്ത് വെച്ചോ, നെയ്യത്ത് കൽബിലാ ഉള്ളത്. ഇതൊക്കെ കൊണ്ട് വുളൂ, ബാത്റൂമിൽ വുളൂ പരിഗണിക്കുമെങ്കിലും ആ വുളൂ കൊണ്ട് നിസ്കാരത്തിന്റെ ഖുശൂ ഉണ്ടാവില്ല. കാരണം നിസ്കാരത്തിന്റെ ഖുശൂഇനെ പറയുന്നതിന് തൊട്ടു മുമ്പ് വുളൂഇന്റെ പൂർത്തീകരണം പറഞ്ഞത് സയ്യിദുനാ റസൂലുള്ളാഹി. തുർമുദിയുടെ ജാമിഇലും അബൂദാവൂദ് ഇമാമിന്റെ സുനനിലും ഒക്കെ ഹദീസുണ്ട്. നിസ്കാരത്തിന്റെ ഖുശൂഅ്, ഹൃദയഭക്തി പറയുന്നതിന് മുമ്പ് വുളൂഇന്റെ പരിപൂർണതയെ പറഞ്ഞു. വുളൂ പരിപൂർണമാകുന്നത് ഒരിക്കലും ബാത്റൂമിൽ നടക്കുന്ന പരിപാടിയില്ല. കാരണം ബാത്റൂമിൽ വുളൂവിന്റെ ദിക്റും ദുആയും പറയാൻ പാടില്ലല്ലോ. അപ്പോൾ വുളൂ പരിപൂർണ്ണമല്ല. പിന്നെ എങ്ങനെ നിസ്കാരത്തിന്റെ ഖുശൂഅ് കിട്ടാം?
ഉളൂ പൂർണ്ണമാകണം. അപ്പോൾ പാപങ്ങൾ പൊഴിഞ്ഞു വീഴും. അതോടൊപ്പം അതൊരു ഇബാദത്താണ്. ഉളൂ എന്താണ്? ഒരു ഇബാദത്തിന് വേണ്ടിയുള്ള മറ്റൊരു ഇബാദത്താണ്. ഉളൂർത്ത കൂലിയിട്ടെ. ഉളൂ ഒരു ഇബാദത്താണ്, മറ്റൊരു ഇബാദത്തിന് നിർബന്ധമായും വേണ്ടി വരുന്ന വേറെ ഒരു ഇബാദത്താണ്. ശുദ്ധിയുള്ളവരെ അല്ലാഹു ഇഷ്ടപ്പെടുന്നു എന്ന് ഖുർആൻ. അതായത് റബ്ബിന് ഇഷ്ടമുള്ള ഒരാളായി തീരുകയാണ്. ഖിബലക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് ആകാശത്തേക്ക് കണ്ണുയർത്തണം. ആകാശം കാണണമെന്നില്ല, കൈ ഉയർത്തണം. കണ്ണില്ലാത്തവർക്കും ഇത് ബാധകമാണ്. എന്നിട്ട് തേടണം. ഒരു ദുആ ഉണ്ട്. ഈ ദുആ തേടിക്കോളൂ, ഈ ദുആ ചൊല്ലിക്കോളൂ. സ്വഹീഹ് മുസ്ലിം അൻ ഉഖബത്ത് ബിൻ ആമിർ ഖാല റസൂലുള്ളാഹി മാ മിൻകും മിൻ അഹദിൻ യതവല്ലഉ ഫയബ്ലുഗു ഫയസ്ബിഗുൽ ഉളൂഅ സുമ്മ യഖൂൽ. പരിപൂർണമായും ഉളൂ എടുത്തു ഒരാള്. ഉളൂഇന്റെ ശേഷം ഖിബലക്ക് തിരിഞ്ഞു നിന്ന് ആകാശത്തേക്ക് കണ്ണുകളും കരങ്ങളും ഉയർത്തി. എന്നിട്ട് അവൻ ദുആ ചെയ്തു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു എന്ന് തുടങ്ങുന്ന ദുആ. അതിന്റെ അകത്ത് ഫിഖ്ഹ് കുറച്ച് വാക്കുകൾ വേറെയും കൂട്ടിയിട്ടുണ്ട്. ഹദീസിൽ അത് പരിപൂർണമായിട്ടും ഈ റിവായത്തിലില്ല. ഉളൂഇന്റെ ശേഷമുള്ള ദുആ, ഉളൂഇന്റെ ശേഷമുള്ള ദുആ, അല്ലാഹുമ്മ ജഅൽനി മിനത് തവ്വാബീന വജഅൽനി മിനൽ മുതതഖിരീന വജഅൽനി മിൻ ഇബാദികസ് സ്വാലിഹീൻ. ഉളൂഇന്റെ ശേഷമുള്ള ദുആ അത് പതിവുണ്ടെങ്കിൽ ഇല്ലാ ഫുതിഹത് ലഹു അബ്വാബുൽ ജന്നത്തി സമാനിയ യദ്ഖുലു മിൻ അയ്യിഹാ ശാഅ. സിദ്ദീഖ് തങ്ങൾ പോകുന്ന പോലെ സ്വർഗ്ഗത്തിൽ പോവാൻ വുദൂഇന്റെ ശേഷമുള്ള ദുആ കൊണ്ട് പറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ്. അല്ലാഹുവേ നീ സ്വീകരിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണേ അല്ലാ. രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാ. അറിഞ്ഞു ചെയ്ത അറിയാതെ ചെയ്ത രഹസ്യമായി സംഭവിച്ച പരസ്യമായി സംഭവിച്ച എല്ലാ തെറ്റുകുറ്റങ്ങളും നീ മാപ്പാക്കണേ തമ്പുരാനെ. ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ അല്ലാ. സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കണേ അല്ലാ. പരിശുദ്ധ റമളാൻ ഞങ്ങൾക്ക് അനുകൂലമാക്കണേ അല്ലാ. ഞങ്ങളുടെ അമലിൽ ബറക്കത്ത് നൽകണേ അല്ലാ. അല്ലാഹുവേ റബ്ബേ ഞങ്ങളുടെ ആയുസ്സിൽ ബറക്കത്ത് നൽകണേ അല്ലാ. ഒരുപാട് പേര് ദുആ വസിയത്ത് ഏൽപ്പിച്ചിട്ടുണ്ട് റബ്ബേ. അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റണേ അല്ലാ. ഈ സദസ്സിൽ പങ്കെടുക്കുന്ന സഹോദരങ്ങളുടെയും സഹോദരിമാരുടെയും ഹലാലായ മുറാദ് ഹാസിലാക്കണേ അല്ലാ. അല്ലാഹുവേ റബ്ബേ ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയവർ, പ്രത്യേകിച്ച് ഇന്നലെ മരിച്ചുപോയ ഉമ്മ അടക്കമുള്ള ഒരുപാട് സഹോദരിമാർ സഹോദരങ്ങൾ റബ്ബേ ഖബർ സന്തോഷത്തിലാക്കണേ അല്ലാ. ഞങ്ങളുടെ പൊന്നുമക്കളെ കൊണ്ട് ഞങ്ങളുടെ കണ്ണിന് കുളിർമയേകണേ അല്ലാ. ഖൽബിന് സുഖം തരണേ അല്ലാ. അല്ലാഹുവേ റബ്ബേ ഞങ്ങളുടെ നോമ്പുതുറകൾ നീ കബൂലാക്കണേ അല്ലാ. ലോകാവസാനം വരെ ഞങ്ങളുടെ രാജ്യത്തിന്റെ മതസ്വാതന്ത്ര്യം നീ നിലനിർത്തണേ അല്ലാ. മക്കളുടെ പഠനത്തിൽ ബറക്കത്ത് നൽകുക അല്ലാ. തൊഴിൽ തേടുന്ന മക്കൾക്ക് അർഹമായ ജോലി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ ഒരുപാട് ദൂരദിക്കുകളിൽ നിന്നും ഈ ക്ലാസ്സിൽ പങ്കെടുക്കാൻ വന്ന സഹോദരങ്ങൾ സഹോദരിമാർ അല്ലാഹുവേ ഈ കൂടിയിരുന്ന ആമീൻ പറയുന്നവർ എന്തെല്ലാം മുറാദുകൾ മനസ്സിലുണ്ടോ നീ സഫലമാക്കണേ അല്ലാ. ഞങ്ങളുടെ മഹല്ലിൽ അഭിവൃദ്ധി നൽകണേ അല്ലാ. ഞങ്ങളുടെ പ്രവാസികൾ അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ റബ്ബേ ഈ മഹല്ലിൽ പ്രിയപ്പെട്ട ഉസ്താദുമാർക്ക് ഭക്ഷണം കൊടുക്കുന്ന സഹോദരങ്ങൾ സഹോദരിമാർ അല്ലാഹുവേ അവർക്ക് നീ ബറക്കത്ത് നൽകണേ അല്ലാ. അല്ലാഹുവേ സുഭിക്ഷമായ ഭക്ഷണം വാങ്ങിക്കഴിക്കാൻ ഞങ്ങൾക്ക് യോഗ്യതയില്ല അല്ലാ. ഇൽമിനെ സ്നേഹിക്കുന്നതിന്റെ പേരിൽ ഇൽമിന്റെ അഹ്ലുകാരോടുള്ള മഹബത്തിലാ ഞങ്ങൾക്കത് തരുന്നത് അല്ലാ. പദവി ഞങ്ങൾക്കില്ലേൽ പോലും ഞങ്ങളോട് അവർ കാണിക്കുന്ന സ്നേഹപ്രകടനത്തിൽ ഞങ്ങൾ തൃപ്തരാണ് അല്ലാ. സ്വർഗമല്ലാതെ മറ്റൊന്നും കൊടുക്കല്ലേ അല്ലാ. അല്ലാഹുവേ പരിശുദ്ധ റമളാൻ വന്നപ്പോ ഉസ്താദുമാർക്ക് ഹദിയകൾ കൊടുത്തവർ ഞങ്ങളുടെ പള്ളിയിലും പരിസരത്തും വീട്ടുമുറ്റത്തും വന്ന് ഇല്ല എന്ന് പറഞ്ഞ് ഞങ്ങളുടെ മുന്നിൽ കൈനീട്ടിയവർ, വെച്ചുകൊടുത്ത് സന്തോഷിപ്പിച്ചവരുണ്ട് അല്ലാ. ചെറുതും വലുതുമായ ഹദിയാകൾ കൊടുത്തവർ, സദഖകൾ കൊടുത്തവർ എല്ലാവർക്കും റബ്ബേ
മരണം വരെ കുടുംബത്തോടൊപ്പം ആഫിയത്തോടെ സന്തോഷത്തോടെ ദീർഘായുസ് നൽകണേ അല്ലാ. അല്ലാഹുവേ, ലോകത്തുള്ള ക്യാൻസർ രോഗികൾക്ക് നീ ക്ഷമ നൽകണേ അല്ലാ. അല്ലാഹുവേ, വലിയ കൂലി നൽകണേ അല്ലാ. അല്ലാഹുവേ, ആ രോഗത്തിന്റെ മരുന്ന് കണ്ടുപിടിക്കാൻ മനുഷ്യവർഗത്തിന് നീ ഭാഗ്യം നൽകണേ അല്ലാ. ഞങ്ങളൊക്കെ വാഹനങ്ങൾ ഉപയോഗിക്കുന്നവരാ അല്ലാ. വാഹനാപകടങ്ങൾ തൊട്ടുകാക്കണേ അല്ലാ. ആരോഗ്യപരമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് റബ്ബേ, പ്രത്യേകിച്ച് ഞങ്ങളുടെ പണ്ഡിതന്മാരിൽ പലരും ആഫിയത്ത് കൊടുക്കണേ അല്ലാ. ആഫിയത്ത് കൊടുക്കണേ അല്ലാ. കടങ്ങളുണ്ട് റബ്ബേ, കടങ്ങളുള്ള സഹോദരന്മാർ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് റബ്ബേ. അല്ലാഹുവേ, കടങ്ങൾ നീ തന്നതല്ലേ അല്ലാ. കടങ്ങൾ വീടാനുള്ളത് നിന്റെ കയ്യിലല്ലേ അല്ലാ. അത് നീ വിട്ടണേ അല്ലാ. വസ്തുക്കൾ വിറ്റുപോവാൻ, അതുവഴി പല ആവശ്യങ്ങളും നിറവേറാൻ പലരും ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. ഈ റമദാനെ പരിഗണിച്ചുകൊണ്ട് അല്ലാഹുവേ, വിൽക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. വിറ്റാൽ നടക്കേണ്ട ആവശ്യം നീ നടത്തി കൊടുക്കണേ അല്ലാ. വിറ്റ ശേഷം വിറ്റതിനേക്കാൾ ഖൈറായ മറ്റൊന്ന് വാങ്ങാൻ നീ ഭാഗ്യം നൽകണേ അല്ലാ. ദാരിദ്ര്യത്തെ തൊട്ട് കാക്കണേ അല്ലാ. ഫലസ്തീനി മുഅ്മിനീങ്ങളെ റബ്ബേ നീ ഏറ്റെടുക്കണേ അല്ലാ. അവരുടെ പീഡനങ്ങളിൽ റബ്ബേ നീ സമാധാനത്തിന്റെ സന്തോഷത്തിന്റെ വെള്ളരിപ്രാവ് നമ്മുടെ ഫലസ്തീനി മക്കളുടെ തലക്ക് മുകളിൽ പറക്കണമല്ലോ. അല്ലാഹുവേ റബ്ബേ, ഒരാളെങ്കിലും ഞങ്ങളോട് ഏതെങ്കിലും ഒരു സങ്കടമോ വിഷമമോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ദുആഇന്റെ ആശ്വാസത്തിൽ റബ്ബേ ഞങ്ങൾ അവരെ മറന്നാലും നീ മറന്നിട്ടില്ലല്ലോ അല്ലാ. ചേർക്കണേ തമ്പുരാനെ, ചേർക്കണേ അല്ലാ. അല്ലാഹുവേ, ഉള്ളവനെ കേട്ടിരുന്നവരിൽ നീ ഖൈർ നൽകുക അല്ലാ. ബറക്കത്ത് നൽകണേ അല്ലാ. കാലുവേദന, നടുവേദന, ഷുഗർ, പ്രഷർ, കൊളസ്ട്രോള്, ശാരീരിക അസ്വസ്ഥതകൾ, ബാലൻസ് പോകലടക്കമുള്ള ഇയർ ബാലൻസ് പോകലടക്കമുള്ള എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒരുപാട് പേര് ദുആ ചെയ്യാൻ പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവേ, ആഫിയത്ത് നൽകണേ അല്ലാ. മക്കളുടെ പഠനം, എക്സാം എല്ലാം ഖൈറിലാക്കണേ അല്ലാ. പരിശുദ്ധ റമദാൻ വന്നിട്ട് റമദാന്റെ പവിത്രതയ്ക്ക് നിരക്കാത്തത് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്, കണ്ടിട്ടുണ്ടെങ്കിൽ അല്ലാ, അത് നിന്റെ മുന്നിൽ രേഖയല്ലേ. നീ പൊറുക്കണേ തമ്പുരാനെ, നീ പൊറുക്കണം അല്ലാ. നീ പൊറുക്കണേ അല്ലാ. اللهم اجعلنا واهلنا ممن رضي عنهم شهر رمضان لا تجعلنا ولا إياهم ممن خصم عنهم شهر رمضان واجعلنا وإياهم ممن تحصلت له ليلة القدر يا رب العالمين. പുണ്യ റമദാനിൽ പലരുടെയും ആണ്ട് ദിവസങ്ങളാ. ഞങ്ങളിൽ നിന്നും മരിച്ച എല്ലാവരുടെയും ഖബർ വിശാലമാക്കണേ അല്ലാഹ്. റബ്ബന റഹംഹും കമാ റബ്ബൗനാ സഗാറാ ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. اللهم صل على محمد